കഥയുടെ ആരംഭത്തിൽ കഥാനായികയായ ഷൂവിനെ കാണിച്ചുകൊണ്ടാണ്. അവൾ ഉണരാത്തോണ്ട് തന്നെ ചുറ്റിനും വേലക്കാരികളും നേഴ്സുമാരും ചേർന്ന് അവളെ എഴുന്നേൽപ്പിക്കുന്നു. പെട്ടെന്ന് അവൾ കണ്ണു തുറക്കുമ്പോഴാണ് തനിക്ക് ഫുഡ് പോയ്സൺ വന്ന് മരിച്ചതല്ലേ, ഇപ്പോൾ ഞാൻ സ്വർഗത്തിലെത്തിയോ എന്ന് പറയുന്നു. അപ്പോൾ ഒരു സെർവൻറ്റ് അവളോട്, മാഡം സാലോൺ, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ മിസ്റ്റർ ഫെങ്ങിൻ്റെ വീട്ടിലാണ്. അത് കേട്ടവൾ ഞെട്ടിപ്പോയി. കാരണം അവൾ വായിച്ച നോവലിലെ സാലോൺ എന്ന കഥാപാത്രമായിട്ട് ടൈം ട്രാവൽ ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് അവൾ വായിച്ച നോവലിൽ എന്താണ് സംഭവിച്ചെന്ന് കാട്ടുന്നത്. അവളുടെ മുത്തശ്ശൻ്റെ സുഹൃത്തിൻ്റെ കൊച്ചുമകനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തുകൊള്ളാമെന്ന് കുട്ടിക്കാലത്ത് തന്നെ നിശ്ചയിച്ചിരുന്നു. അങ്ങനെ അവൾ ഫെങ്ങിനെ വിവാഹം കഴിക്കുകയും, പക്ഷെ ഫെങ്ങിന് ഒന്നും സംസാരിക്കാനേ കഴിയില്ല. അവനൊരു ഊമയാണ്. അതുകൊണ്ട് അവൾ വിവാഹിതയായിട്ട് 3 മാസമായെന്ന് പറഞ്ഞ് അവൾ എപ്പോഴും അവനോട് വഴക്കിടുമായിരുന്നു. പക്ഷേ അവൻ ഊമയായതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടിയില്ല. എല്ലാ ദിവസവും അവനോട് വഴക്കിടുമ്പോൾ അവനോട് പറയുമായിരുന്നു, നിന്നെപ്പോലെ ഒരാളോടൊപ്പം ജീവിച്ചിട്ട് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞ് അവനോട് ഡിവോഴ്സ് വേണമെന്ന് പറയുകയാണ്. ഇതേപോലെ എല്ലാ ദിവസവും വഴക്കിട്ട ശേഷം അവൾ മദ്യപിച്ച് കാർ ഓടിച്ചു പോകുന്നു. അങ്ങനെയിരിക്കെ ഒരു വലിയ അപകടത്തിൽപ്പെടുകയും സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതായിരുന്നു നോവലിലെ യഥാർത്ഥ കഥ. എന്നാൽ ഇപ്പോൾ സാലോണിൻ്റെ സ്ഥാനത്താണ് ഹീറോയിൻ. അവളുടെ ഭർത്താവ് ഈ സിറ്റിയിലെ ഏറ്റവും കോടീശ്വരന്മാരിൽ ഒരാളായതുകൊണ്ട് തന്നെ അവൾക്ക് വളരെ സന്തോഷമാണ് തോന്നുന്നത്. ആദ്യമായിട്ടാണ് അവിടെയുള്ള ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അത്ഭുതത്തോടെയാണ് കാണുന്നത്. മാഡത്തിന് എന്ത് സംഭവിച്ചു എന്ന് ആശ്ചര്യപ്പെട്ട് അവൾക്ക് ഭ്രാന്തായോ എന്നാണ് കാണുന്ന സെർവൻറ്റ് കരുതുന്നത്. കാരണം നോവലിലെ യഥാർത്ഥ കഥാപാത്രം അല്ലല്ലോ ഇപ്പോൾ. അപ്പോഴേക്കും ബോസ് എത്തിയെന്ന് പറഞ്ഞ് സെർവൻസിനെ അറിയിക്കുകയും ജോലിക്കാരികൾ അവിടെയെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി. ഇതാണ് കഥയിലെ നായകനായ ഫെങ്. ഹീറോ വരുന്നതറിഞ്ഞ് ഷു മാനസികമായിട്ട് തയ്യാറെടുക്കുകയാണ്. ഫെങ് അകത്തേക്ക് വന്നപ്പോൾ ഷു ഹീറോയെ കണ്ടത് അവൻ്റെ സൗന്ദര്യത്തിൽ ഉറ്റുനോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഹീറോയുടെ അസിസ്റ്റന്റ് അവൾ ചോദിച്ച ഡിവോഴ്സ് പേപ്പേഴ്സ് അങ്ങ് കൊടുക്കുന്നു. ഡിവോഴ്സ് എന്ന് കേട്ട് ഞെട്ടി അവൾ ആ പേപ്പർ അങ്ങ് കീറിക്കളഞ്ഞ് നേരെ വാലിട്ട് വിഴുങ്ങുകയാണ്. എന്നിട്ട് ഹീറോയോട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറയുന്നു. അന്ന് രാത്രിയിലെ ഡിന്നറെല്ലാം കഴിച്ചിരിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വന്ന ഹീറോയെ കണ്ടതും കോടീശ്വരനായ തൻ്റെ ഭർത്താവുമായി ഇനിയും ബന്ധം വളർത്തിയെടുക്കാനുണ്ടെന്ന് മനസ്സിൽ പറഞ്ഞ് അവൾ ഹീറോയെ വിളിച്ച് നമുക്ക് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചാലോ എന്ന് പറയുന്നു. അതിനാൽ ഹീറോ തൻ്റെ പുസ്തകവും പേനയും പുറത്തെടുത്ത് ഷൂവിന് എന്താണ് പറയേണ്ടതെന്ന് കാണിച്ച് എഴുതി കൊടുക്കുന്നു. എന്താണ് പറയേണ്ടതെന്ന് അവൾക്കും അറിയില്ല. അതിനാൽ അവൾ നിങ്ങളുടെ എഴുത്ത് വളരെ നല്ലതാണ് എന്ന് പറയുകയാണ്. പിറ്റേന്ന് രാവിലെ അവൾ എഴുന്നേൽക്കുമ്പോൾ ഹീറോ അവൾക്കായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് അൺലിമിറ്റഡ് കാർഡ്സ് കൊടുക്കുന്നു. അത് കണ്ട സന്തോഷത്തിൽ അവൾ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് വിളിച്ചു പറയുന്നു. എന്നാൽ ഹീറോയിൻ ഇതെല്ലാം മാറി നിന്ന് കേൾക്കുകയും അവന് ചെറിയ രീതിയിൽ ചിരി വരികയാണ്. ശേഷം അവൾ വളരെയധികം ആക്റ്റീവായിട്ടായിരിക്കും കമ്പനിയിലേക്ക് എത്തുക. കാരണം നോവലിലെ കഥാപാത്രമായിരുന്നവൾ ഭയങ്കര ഗൗരവക്കാരിയായിരിക്കും. അപ്പോൾ അവിടുത്തെ ടീം സൂപ്പർവൈസർ വന്ന് ഈ സ്ക്രിപ്റ്റ് ആര് എത്തിക്കുമെന്ന് പറയുമ്പോൾ അവൾ ചാടി എഴുന്നേറ്റ് ഞാൻ കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ അവളുടെ കൊളീഗ്സ് അതെല്ലാം കണ്ട് ഞെട്ടിപ്പോയി. ജോലിയിൽ ഒരിക്കലും സജീവമായിരുന്നില്ല ഹീറോയിൻ, പിന്നെ എങ്ങനെയാണ് ഇന്ന് ഇത്ര സജീവമായിരുന്നത് എന്നവ ചിന്തിക്കുകയാണ്. പിന്നീട് അവൾ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ സുഹൃത്ത് അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരുന്നു. ഹീറോയിൻ കാറിൽ കയറിയ ശേഷം അവളുടെ ഫ്രണ്ട്, നിന്റെ ഭർത്താവ് ഫെങ് എത്ര കൂളാണ്, സുന്ദരനും പണക്കാരനുമാണ്, പക്ഷെ അതുകൊണ്ട് എന്താണ് പ്രയോജനം? അവനൊരു വിഡ്ഢിയാണ്, അവനെ ഡിവോഴ്സ് ചെയ്യാനായി പറയുന്നു. കാരണം അവളുടെ ഫ്രണ്ടിന് ഹീറോയുടെ മേൽ ഒരു കണ്ണുണ്ട്. ഒരു ഊമയോടൊപ്പം ജീവിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവരുടെ റിലേഷൻഷിപ്പ് പിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവൾ ഞാൻ എല്ലാ ദിവസം ഒരു മാളികയിലാണ് ഉണരുന്നത്, എൻ്റെ ഭർത്താവ് ഒരിക്കലും എന്നോട് തർക്കിക്കാനായി വരില്ല പറഞ്ഞ് അവളുടെ സന്തോഷ നിമിഷങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം അവളുടെ ഫ്രണ്ട് വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. എന്തിനാണെന്ന് വെച്ചാൽ ഇവൾ ഹീറോയിനെ മോശമായിട്ട് പറഞ്ഞത് ഹീറോയിനെ കേൾപ്പിച്ച് അവർക്കിടയിൽ വിള്ളലുണ്ടാക്കാനാണ്. അത് കണ്ടുപിടിച്ച ഹീറോയിൻ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി എൻ്റെ സംഭാഷണം റെക്കോർഡ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി ഷു അവളുടെ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അവളുടെ കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇനിയൊരു കാർ വാങ്ങണം, കോടീശ്വരനായ ഭർത്താവിൻ്റെ ലിമിറ്റഡ് കാർഡ് അല്ലേ ഉള്ളത്, എന്നിരുന്നാലും ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുന്നു. ഇവിടെ ഫെങ് ഒരു കമ്പനി മീറ്റിങ്ങിലായിരിക്കും. ജോലി കഴിഞ്ഞ് എന്നോടൊപ്പം ഷോപ്പിങ്ങിന് വരുമെന്ന് ചോദിച്ച് അവളുടെ മെസ്സേജ് കാണുന്നു. എന്നാൽ അവൻ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുത്തിരുന്നില്ല. ശേഷം ഫെങ് വീട്ടിലെത്തുമ്പോൾ ഷോ പുതിയ സ്കൂട്ടറുമായി എത്തി. അവൾ സന്തോഷത്തോടെ ഫെങ്ങിനോട്, നോക്കൂ, ഇത് നിങ്ങളുടെ ലിമിറ്റഡ് കാർഡ് വെച്ചാണ് വാങ്ങിച്ചത്, എന്നിട്ട് അവളുടെ തിളങ്ങുന്ന പുതിയ വാച്ചും കാണിക്കുന്നു. പിറ്റേന്ന് അവൾ അവളുടെ പാരൻസിനെ കാണാനായി എത്തുകയാണ്. ഷൂവിൻ്റെ അമ്മയും അച്ഛനും അവളെ കണ്ടയുടനെ അവർക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. അവൾക്ക് ഇഷ്ടമുള്ള ധാരാളം ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു.
കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾ വീട്ടിലെത്തിയത്. കാരണം നോവലിലെ കഥാപാത്രം വിവാഹശേഷം പാരൻസിനെ മീറ്റ് പോലും ചെയ്തില്ല. സത്യത്തിൽ അവളുടെ സമ്മതമില്ലാത്തതുകൊണ്ടാണ് ഹീറോയിനെ കെട്ടിച്ചയച്ചത് തന്നെ. അപ്പോൾ അച്ഛൻ നീ അവിടെ വളരെ സമ്പന്നമായ കുടുംബത്തിലാണ് താമസിക്കുന്നെങ്കിലും വല്ല വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, മാനസികമായി ചില കാരണങ്ങളാൽ ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. അവന് സംസാരിക്കാൻ കഴിയും, പക്ഷെ അവൻ്റെ ചികിത്സ പുരോഗമിക്കുകയാണ്. അവൻ ഉടൻ തന്നെ സുഖം പ്രാപിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞ് ഷോ പാരൻസിനെ സമാധാനിപ്പിക്കുകയാണ്. അന്നേരം അവളുടെ അമ്മ വീട്ടിലേക്ക് അവളുടെ കസിൻ ഒരു കോഡീഷന് കിട്ടിയത് കാണിക്കാനായി ഡെയിലി അങ്കിളിനെയും ആൻറ്റിയും കൂട്ടി വരാറുണ്ടെന്ന കാര്യം അവളോട് പറയുകയാണ്. അന്നേരം ആരോ അവരുടെ വാതിൽ തട്ടുകയും നോക്കുമ്പോൾ ഹീറോയിൻ വന്നതറിഞ്ഞ് പൊങ്ങച്ചം കാട്ടാനായി അവളുടെ കസിനും അങ്കിളും ആൻറ്റിയും ആയിരിക്കും. അങ്ങനെ അവർ വീട്ടിലേക്ക് വന്ന് ഷോവിനെ കണ്ടതിനാൽ കസിൻ നീ വളരെ കാലത്തിനു ശേഷമാണല്ലോ വീട്ടിലെത്തിയതെന്ന് പറയുന്നു. കഥ അനുസരിച്ച് ഈ കസിൻ എപ്പോഴും ഇവിടെ വരുന്നത് പൊങ്ങച്ചം കാണിക്കാനാണ്. അവളുമായി സംസാരിക്കുമ്പോൾ അവൾ എപ്പോഴും അവരെ താഴ്ത്തിക്കെട്ടാറുണ്ട് എന്ന് ചിന്തിക്കവേ കസിൻ അറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുന്നിടയിൽ അവളുടെ കാമുകൻ കൊടുത്ത മോതിരം മനഃപൂർവ്വം കാണിച്ച് സംസാരിക്കുന്നു. എന്നാൽ ഷോ ആണെങ്കിൽ അത് കാണുമ്പോൾ ഒരു താല്പര്യം കാണിക്കാത്തതുകൊണ്ട് തന്നെ ഇതെല്ലാം കാണിക്കുന്നത് നിർത്തിക്കോ, നിന്റെ മോതിരത്തെക്കുറിച്ചോ കാമുകനെക്കുറിച്ചോ എനിക്ക് അറിയാൻ താല്പര്യമില്ല, അതുകൊണ്ട് വാ അടയ്ക്കാനായി പറയുകയാണ്. അപ്പോൾ ആൻറ്റി നിനക്ക് 25 വയസ്സായില്ലേ, നിനക്കൊരു കാമുകൻ ഇല്ലല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു കാമുകനെ നോക്കാം, അതും ഡിവോഴ്സ് ചെയ്ത ആളെ എന്ന് അവളെ കളിയാക്കി പറയുന്നു. സത്യത്തിൽ അവളുടെ വിവാഹം കഴിഞ്ഞതും ഒരു കോടീശ്വരനെയാണ് കെട്ടിയതെന്നും ആർക്കും അറിയില്ല. ഹീറോയിൻ്റെ പാരൻസ് മനഃപൂർവ്വം അറിയിക്കാത്തതാണ്. അവരൊരു ഡിവോഴ്സായ ആളെ നോക്കാമെന്ന് പറയുമ്പോൾ ആ വ്യക്തി അത്ര നല്ലവനാണെങ്കിൽ നിങ്ങളുടെ മകളെ കൊണ്ട് കെട്ടിക്കാനായിട്ട് പറയുന്നു. ഇവരുടെ തർക്കം കേട്ട് അങ്കിൾ അവരെ ചീത്ത പറഞ്ഞ് TV ഓൺ ചെയ്യുകയാണ്. അന്നേരം TVയിലാണെങ്കിൽ ഫെങ്ങിനെ കുറിച്ചുള്ള വാർത്തകളായിരിക്കും വരുന്നത്. ഫെങ്ങിനെ കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുകയും അത് കണ്ട ആൻറ്റി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൾ ഇതുവരെ വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടാണെന്ന്. കാരണം അവൾ ദിവസം മുഴുവൻ ഇത്രയും കോടീശ്വരന്മാരെ നോക്കി സ്വപ്നം കാണുകയല്ലേ, അവൾക്ക് അതിനെക്കുറിച്ച് സ്വപ്നം കാണാൻ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞതിനാൽ ഹീറോയ്ക്ക് തൻ്റെ ഫ്രണ്ട്സിന് ഹീറോയെ ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. മീറ്റിങ്ങിലിരിക്കുന്ന ഹീറോ അത് കണ്ടപാടെ മീറ്റിംഗ് എല്ലാം അസിസ്റ്റന്റിന് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. പിന്നീട് അവൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു തടിച്ച മനുഷ്യൻ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നു. അത് മറ്റാരുമല്ലായിരിക്കും അവളുടെ കസിൻ്റെ ബോയ്ഫ്രണ്ടാണ്. ബോയ്ഫ്രണ്ടിൻ്റെ കാറ് കാണിച്ച് അവളുടെ ആൻറ്റിയും കസിനും നീ ഈ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും വലിയ കാറിൽ കയറിയിട്ടില്ലല്ലോ, ഇനി ഒരിക്കലും നിനക്ക് ഇങ്ങനത്തെ കാറിൽ കയറി ഇരിക്കാൻ പോലും കഴിയില്ല, ഉള്ളതും ഒരു തുക്കട സ്കൂട്ടർ, അങ്ങനെങ്ങാനും സംഭവിച്ചാൽ തന്നെ ഞങ്ങൾ ലൈവിൽ സ്ട്രീം ചെയ്യുകയും എല്ലാവരുടെയും മുന്നിൽ സ്വയം അപമാനിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടേക്ക് അവളുടെ കാർ അവിടെ എത്തുകയും അതും കസിൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ കാറിനേക്കാൾ ലക്ഷറിട്ടുള്ള കാറ്. അത് കണ്ടതും അവർ ഷോക്കാവുകയാണ്. അവർ വെച്ച പന്തയത്തിൽ തോറ്റതിനാൽ ഹീറോയിൻ അവളുടെ ഫോണിൽ തന്നെ ലൈവ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ കസിൻ്റെ കാമുകന് ദേഷ്യം വന്നു പോവുകയാണ്. അപ്പോൾ ബന്ധുക്കളാണ് വെറുതെ തമാശ പറഞ്ഞതല്ലേ ആൻറ്റി പറയുമ്പോൾ എന്നാൽ അവൾക്ക് എനിക്ക് നിങ്ങളോട് വിഡിത്തരം പറയാൻ സമയമില്ല പറഞ്ഞ് കാറിൽ കയറി പോവുകയാണ്. അവള് പോയതിന് പിന്നാലെ കസിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും അവൾക്ക് എവിടുന്ന ഇത്രയും വിലയേറിയ കാറ് എങ്ങനെ ലഭിച്ചെന്ന് മനസ്സിലാകുന്നില്ല, ചിലപ്പോൾ നമ്മളെ കാണിക്കാൻ വേണ്ടി ആ കാറ് വാടകയ്ക്ക് എടുത്തതായിരിക്കുമെന്ന് പറഞ്ഞ് സമാധാനിക്കുന്നു. അന്ന് രാത്രി വർക്കെല്ലാം കഴിഞ്ഞ് ഹീറോ വരുമ്പോൾ രാത്രി ഷൂ അവിടെയുള്ള എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ടുകയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് അവളുടെ കാല് വഴുതി ഫെങ്ങിന്റെ മേൽ വീഴുകയും ഫെങ്ങുടനെ അവളെ പിടിക്കാനൊടുങ്ങുമ്പോൾ നേരെ അവർ രണ്ടിനും സോഫയിൽ വീഴുകയാണ്. പെട്ടെന്ന് അവിടേക്ക് വേലക്കാരി വന്ന് ഫെങ്ങിനോട് കുളിക്കാനായി പറയുന്നു. പോകെ പോകെ ഹീറോയ്ക്ക് ഹീറോയിന് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് വേണ്ടി അവൻ ഓരോന്നും കണ്ടും കേട്ടും എല്ലാം ചെയ്യുകയാണ്. എന്നാൽ അതെല്ലാം തന്നെ അവൾക്ക് മനസ്സിലാകാനും തുടങ്ങി. അടുത്ത ദിവസം കമ്പനിയിൽ ഹീറോയിൻ തയ്യാറാക്കിയ പ്രൊജക്ട് പ്ലാനുകളെല്ലാം ഹീറോ പരിശോധിക്കുകയും ഇതെല്ലാം തൻ്റെ ഭാര്യയാണ് ചെയ്തതെന്ന് കേൾക്കുന്ന അസിസ്റ്റന്റിന് ഒരുപാട് സന്തോഷമാവുകയാണ്. കാരണം കല്യാണം കഴിഞ്ഞ ഹീറോയുടെ ഭാര്യയുടെ സ്വഭാവം അറിയാവുന്ന അസിസ്റ്റന്റ് പെട്ടെന്ന് അവളുടെ മാറ്റം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. മറുവശത്ത് നോക്കിയാൽ ഷൂ തൻ്റെ പ്രൊജക്റ്റ് അവതരിപ്പിക്കാൻ വേണ്ടി ഒരു മീറ്റിങ്ങിലാണ്. അപ്പോഴേക്കും അവളുടെ സുഹൃത്ത് സി അവിടേക്ക് എത്തുന്നു. അവൾ ഫെങ്ങിൻ്റെ കമ്പനിയിലേക്കാണ് പോകുന്നതെന്ന് അവളോട് പറയുന്നു. അവൾ അവൻ്റെ സെക്രട്ടറി ആയതുകൊണ്ടാണ് അവൾ ഇവിടെ ജോലി ചെയ്യാൻ വന്നത്. അപ്പോൾ അവിടെ ഹീറോയെ കാണുകയും അവളുടെ ഫ്രണ്ട് ഫെങ്ങിൻ്റെ അടുത്തേക്കെത്തി സംസാരിക്കാൻ തുടങ്ങിയതും അസിസ്റ്റന്റ് വന്ന് ബോസ് വന്നത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ്,
നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി എന്ന് പറയുന്നു. എന്നാൽ ഫെങ് അവളെ മൈൻഡ് പോലും ചെയ്തില്ല. അങ്ങനെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ആദ്യം ഹീറോയിന്റെ കമ്പനിക്കാരുടെ പ്രസന്റേഷനാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഹീറോയിൻ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ അവളുടെ ടീം അംഗം അവളോട് ഇത് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ്, ദയവ് ചെയ്ത് കൊളാക്കരുത്, അല്ലെങ്കിൽ ഈ പ്രസന്റേഷൻ നീ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ കാരണം ഇപ്പോഴുള്ള ഹീറോയിന്റെ സ്വഭാവം ആർക്കും റിയലായിട്ട് അറിയില്ലല്ലോ. ശേഷം അവൾ വേദിയിൽ കയറി പ്രസംഗം ആരംഭിക്കുന്നു. അതിനിടയിൽ സി മനഃപൂർവ്വം അവളുള്ള ദേഷ്യം കാരണം അവിടുത്തെ ലൈറ്റ്സ് എല്ലാം ഓഫാക്കുകയും സ്റ്റേജിൽ നിന്ന് അവളെ തള്ളിയിടുന്നു. താഴെ വീഴാൻ പോയ ഹീറോയിനെ ഫെങ്ങായിരിക്കും വേഗത്തിൽ വന്ന് രക്ഷിക്കുന്നത്. അവളാണെങ്കിൽ ആകെ ഷോക്കായി. നീ എങ്ങനെയാണ് എന്നെ രക്ഷിച്ചെന്ന് ചോദിക്കുമ്പോഴാണ് അവളുടെ വാച്ചിലെ ലേറ്റ് കാരണമാണെന്ന് പറയുന്നു. എന്നാൽ മറ്റൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവൾ തയ്യാറാക്കിയ ഡാറ്റാസ് എല്ലാം നഷ്ടമായി. എന്നാൽ ഹീറോ തളരാതെ അവൾ ആ ഫയൽസ് എല്ലാം തിരികെ കൊണ്ടുവരുന്നു. ഹീറോയിന്റെ ടീം അംഗങ്ങൾക്ക് വളരെ സന്തോഷമാവുകയും അത് കാണുന്ന ഹീറോ അവളിൽ ഇംപ്രസ് ആവുകയാണ്. തുടർന്ന് ഹീറോയിൻ വീണ്ടും സ്റ്റേജിൽ കയറി പ്രസംഗം ആരംഭിക്കുകയും തുടർന്ന് ഫെങ്ങും അവിടെയുള്ള എല്ലാവരും അവളുടെ വൈവിധ്യമാർന്ന ഷോ അവതരണം വളരെയധികം ആസ്വദിക്കുകയും അത് കാണുന്ന ഷോവിന്റെ ടീം അംഗങ്ങൾ വളരെ പ്രശംസിക്കാൻ തുടങ്ങുകയും ചെയ്തു. ശേഷം അവൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഫെങ് അവളുടെ മുന്നിൽ കാറിൽ നിർത്തി അവളെ കാറിലേക്ക് കയറ്റുന്നു. അപ്പോൾ ഹീറോയോട് എന്നെ മാത്രം പ്രത്യേകം കൊണ്ടുപോകാൻ വന്നതാണെന്ന് അവനോട് ചോദിക്കുന്നു. എന്നാൽ അവൻ സത്യം പറയാതെ ഞാൻ എന്തോ മറന്നു വെച്ച് അത് എടുക്കാൻ വന്നതാണെന്ന് പറയുകയാണ്. അപ്പോൾ ഷോന് കമ്പനിയിൽ നിന്ന് അവളുടെ ബോസ് വിളിച്ച് അവരുടെ പ്രസന്റേഷൻ കണ്ട് ഒരു കോടീശ്വരൻ ഷോയിൽ 20 ലക്ഷം നിക്ഷേപിക്കാൻ സമ്മതിച്ചു. അത് കേട്ടപ്പോൾ അവൾ വളരെ സന്തോഷവതിയായി. ആ സ്പോൺസറുടെ പേരെന്താണ്? ഞാൻ അവനെ ചുറ്റും വട്ടമിട്ട് നന്ദി പറയുമെന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ ഫെങ് ആണെന്ന് കേട്ടതും ഷു ഫെങ്ങിനെ നോക്കുന്നു. ഫെങ് ഉടനെ അവളോട് കുറച്ചു നേരം കാറിനെയും എന്നെയും ചുറ്റി കറങ്ങരുതെന്ന് പറയുകയാണ്. പിന്നീട് ഷു അവന്റെ കൈ പിടിച്ച് നിന്റെ പ്രശ്നം പരിഹരിച്ചിട്ടില്ലെന്ന് കേട്ടു. ഒരു രോഗം ഭേദമാക്കാൻ കുടുംബാംഗങ്ങളുടെ പിന്തുണയും ആവശ്യമാണ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ കുടുംബമാണ്. ഡോക്ടർ നിങ്ങളെ ചികിത്സിക്കാൻ വരുമ്പോൾ ഞാനും നിങ്ങളുടെ ഒപ്പം വരുമെന്നും നിങ്ങളുടെ ചികിത്സയിലും തെറാപ്പിയിലും ഞാനും നിങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പറയുന്നു. എന്നാൽ ചികിത്സ എടുക്കുമ്പോൾ ആരും കൂടെ ഉണ്ടാകുന്നത് നല്ലതല്ലെന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ ഫെങ് ഹീറോയിനോട് വേണമെങ്കിൽ വരാമെന്ന് പറയുന്നു. അടുത്ത സീനിൽ ഷൂവിന്റെ ഫ്രണ്ട് ഹീറോയുടെ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ജോലിക്ക് വന്നിരിക്കുകയായിരിക്കും. കഴിഞ്ഞ ദിവസത്തെ ഹീറോയിന്റെ ഷോയ്ക്ക് പിന്നാലെ ഇവരുടെ കൈകളാണെന്ന് കണ്ടെത്തി അവളെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. ഇവിടെ കഴിഞ്ഞ തവണ അവളുടെ പ്രസന്റേഷൻ കാരണം ഫെങ് കൂടുതൽ തുക സ്പോൺസർ ചെയ്ത കാര്യം പറഞ്ഞ് അവളെ പ്രശംസിക്കുകയാണ്. ബോസ് ഹീറോയിന് പ്രൊമോഷൻ നൽകി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിയമിക്കുന്നു. എന്നാൽ ആണുങ്ങൾക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ വിചാരം ഫെങ്ങിനെ കൈക്കലാക്കി നേടിയെടുത്തതാണ് ആ തുക എന്നാണ്. സത്യത്തിൽ ഫെങ്ങിന്റെ ഭാര്യയാണ് ഹീറോയിന് ആർക്കും തന്നെ അറിയില്ലല്ലോ. അന്ന് രാത്രി ഒരുപാട് കുടിച്ചിട്ടായിരിക്കും ഹീറോയിൻ വീട്ടിലെത്തുക. ഹീറോ വന്ന് അവളെ കട്ടിൽ കെടുത്തിയെങ്കിലും അവളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയ്ക്ക് തന്നെ ഉറക്കം വരുന്നേയില്ല. ഇവിടെ മറുവശത്ത് അവിടെ ആന്റിയും കസീനും ഷോന് ജോലി പ്രമോഷൻ കിട്ടിയ കാര്യം അറിയുന്നു. ഇപ്പോൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമാണ്. അവരെ പോലെ തനിക്ക് എന്നാണ് പ്രൗഡായിട്ട് നിൽക്കാൻ പറ്റുക എന്ന് ആന്റി കസിനോട് ദേഷ്യപ്പെടുമ്പോൾ കസിൻ അവിടെ കമ്പനിയിൽ പോയി ഒരു ജീവനക്കാരോട് ഹീറോയിനെ കുറിച്ച് ചോദിക്കുന്നു. ഹീറോയിനെ കുറിച്ച് ചോദിക്കാൻ പോയ ആളിന് ഓൾറെഡി ഹീറോയിനോട് ദേഷ്യമുള്ളതിനാൽ ഹീറോയെ കുറിച്ച് മോശമായിട്ടായിരിക്കും പറയുക. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത അവളുടെ കസിൻ എല്ലാവരോടും പറഞ്ഞു പരത്തുകയാണ്. ശേഷം അവളെ മാനേജർ വിളിച്ച് നീയും മിസ്റ്റർ ഫെങ്ങുമായി തെറ്റായ റിലേഷൻഷിപ്പ് ഉണ്ടോ, അത്തരത്തിലുള്ള വാർത്തയാണല്ലോ ഇപ്പോൾ ഓഫീസിൽ കേൾക്കുന്നെന്ന് പറയുന്നു. അതേസമയം ഇവിടെ ആ ഒരു ഹ്യൂമർ ഹീറോയും അറിഞ്ഞതിനാൽ ഇതിനൊരു അവസാനം വേണമെന്ന് തീരുമാനിച്ച് അവളെ പിക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. ഇവിടെ കസിനും ഒരുപാട് സന്തോഷമാവുകയാണ്. കാരണം ആരുടെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ശേലാണല്ലോ. അതുകൊണ്ട് ഹീറോയിന്റെ നാശം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ശേഷം ഷു മാനേജർ തന്റെ ഓഫീസിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ അവളുടെ കയ്യിലൊരു പെട്ടിയും കൂടിയായിട്ടായിരിക്കും. അത് കാണുന്ന മറ്റു സ്റ്റാഫുകൾ അവളെ പിരിച്ചുവിടുന്നതിനാൽ സങ്കടമാണ് വരുന്നത്. അവൾ വരുമ്പോഴാണ് അറിയുന്നത് അവൾക്ക് ബോസ് 5 ദിവസത്തേക്ക് ബിസിനസ് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അകത്ത് എന്താണ് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. അപ്പോഴാണ് കാണിക്കുന്നത് ഹീറോയിൻ ഫെങ് തന്റെ ഭർത്താവാണെന്നുള്ള സത്യം ബോസിനോട് പറഞ്ഞതും അത് കേട്ട ബോസ് ഞെട്ടുകയും അതിനാൽ അവൾ ഇക്കാര്യം ഇനിയിപ്പോൾ ആരും അറിയണ്ട എന്ന് ബോസിനോട് പറയുമ്പോൾ ബോസ് നിങ്ങൾ എത്ര കഴിവുള്ളവരാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവിടെ ശമ്പളം ഇരട്ടിയാക്കുന്നു. അങ്ങനെ അവളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്ന കാഴ്ച കാണാനായിട്ട് അവളെ ഇഷ്ടമല്ലാത്ത കസിൻസും അവളെ കൊളീഗ്സും നോക്കി നിൽക്കവേ അവിടേക്ക് ഹീറോയുടെ കാറ് വരുന്നു.
കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഷോ ഇത് തൻ്റെ ഹസ്ബൻഡാണെന്ന് എല്ലാവർക്കും മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അത് കേട്ട എല്ലാവരും ഷോക്കാവുകയാണ്. ശേഷം ഹീറോ എല്ലാവർക്കും മുന്നിൽ വെച്ച് അവൾക്ക് വേണ്ടി കസ്റ്റം ചെയ്ത് ഷൂ ഇട്ട് കൊടുക്കുന്നു. അതേസമയം ഹീറോയിനെക്കുറിച്ച് തെറ്റായ വാർത്ത പരത്തിയ അവിടുത്തെ ജോലിക്കാരെ പിരിച്ചുവിട്ട കാര്യം അസിസ്റ്റന്റ് അറിയിക്കുന്നു. ഇവിടെ ഷോവിന്റെ നാശം കാണാൻ വന്ന കസിൻ അവൾ ഹീറോയുടെ കാറിൽ കയറി പോകുന്നത് കാണുകയും അവളും ഞെട്ടുകയാണ്. അങ്ങനെ ഹീറോ അവളെ കൂട്ടി പോകുന്നത് മുത്തശ്ശന്റെ വീട്ടിലേക്കായിരിക്കും, അതും ഡിന്നർ കഴിക്കാനായി. സത്യത്തിൽ ഹീറോ മുത്തശ്ശന്റെ വീട്ടിലേക്ക് വന്നത് അവന്റെ ട്രീറ്റ്മെന്റ് കാര്യത്തിനും കൂടിയിട്ടാണ്. ഡോക്ടർ ഫെങ്ങിനെ ചികിത്സിക്കാൻ തുടങ്ങുമ്പോൾ ഹീറോയിൻ മുത്തശ്ശനോട് ഫെങ്ങിന് എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴാണ് അറിയുന്നത്. ഫെങ്ങിന് 8 വയസ്സുള്ളപ്പോഴാണ് അവന്റെ പാരൻസ് കാർ അപകടത്തിൽ മരിക്കുന്നത്. എന്നാൽ ആ അപകടത്തിൽ ഇവൻ മാത്രമായിരുന്നു രക്ഷപ്പെട്ടത്. ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ അവന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവന്റെ ശബ്ദം പോയിരുന്നു. ഇവിടെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുമ്പോൾ ഹീറോ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഓർക്കുകയാണ്. അമ്മയ്ക്കും അച്ഛനും ഒരു അപകടം സംഭവിച്ചു. അവൻ കരഞ്ഞുകൊണ്ട് അമ്മയെയും അച്ഛനെയും രക്ഷിക്കാനായി ആരൊക്കെയോ വിളിച്ചു പറയുന്നു. പക്ഷെ റോട്ടിലെങ്ങും ആരുമുണ്ടായിരുന്നില്ല. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഹീറോ വളരെ പേടിക്കുകയും തലവേദനിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് വന്ന്, നീ പേടിക്കണ്ട, ഞാനിവിടെയുണ്ട്. അങ്ങനെ ഫെങ് കണ്ണു തുറന്ന ഉടനെ ഷായെ കണ്ടതും അവന്റെ ചെറിയൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നു. അത് കണ്ട ഡോക്ടർ, ഇത്ര നാളത്തെ ചികിത്സയ്ക്കൊടുവിൽ നിങ്ങൾ വന്നത് കൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് അവളെ പ്രശംസിക്കുന്നു. അത് കേൾക്കുന്ന ഷൂവിനു വളരെ സന്തോഷമാണ് തോന്നുന്നത്. എന്നാൽ അവൻ എന്തോ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും പറയാനേ കഴിയുന്നില്ല. അതിനുശേഷം ഫെങ്ങിന്റെ മുത്തശ്ശൻ സമ്മാനം നൽകുകയും 8 വയസ്സുള്ളപ്പോഴാണ് അവന്റെ പാരൻസ് മരിച്ചത്. അന്ന് മുതൽ അവന്റെ കുട്ടിക്കാലത്ത് അവനൊരു മുതിർന്ന വ്യക്തിയെ പോലെ ജീവിക്കാൻ തുടങ്ങി. എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കാൻ തുടങ്ങി. എന്നാൽ അവൻ ഇന്നാണൊന്ന് ചിരിച്ചു കണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ഷോ മുത്തശ്ശനോട് വിഷമിക്കണ്ട, അവന്റെ രോഗം ഞാൻ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞ് മുത്തശ്ശനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അവനെ ഒന്ന് മിണ്ടിപ്പിക്കാനായി ഷോക്കായി കേൾക്കുന്ന ഓരോ വാർത്തകളും പ്രവൃത്തികളും ഹീറോ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഒന്നിനും ഫലം കണ്ടില്ല. അതിനു പകരം ഹീറോയിനുമായി കൂടുതൽ അടുക്കുകയാണ്. ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് MK ഗ്രൂപ്പ് ഏഷ്യ സ്പെസിഫിക് പ്രസിഡന്റ് ശ്രീ ലൂക്കാസിന്റെ നൈറ്റ് ഡിന്നറിനായിട്ട് റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. അവിടെ എത്തുമ്പോൾ ഹീറോയെ കണ്ട് എല്ലാവരും ഞെട്ടുന്നു. കാരണം ഹീറോ ഇമാതിരി ഡിന്നറിനൊന്നും പോകാറില്ല. ഹീറോയിൻ്റെ ഒപ്പം ഹീറോയിനെ കണ്ടതും ഇത് അവൻ്റെ സുന്ദരിയായ ഭാര്യയെന്ന് പറഞ്ഞ് പുകഴ്ത്തി പറയുകയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു ലേഡിക്ക് മാത്രം ഹീറോയിനെ കണ്ടതിന് ശേഷം ദേഷ്യമാണ്. അവൾ നേരെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്ന്, നിങ്ങളെപ്പോലുള്ളൊരു പെൺകുട്ടിക്ക് മിസ്റ്റർ ഫെങ്ങിനെ എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഷൂ ഓർക്കുകയാണ്. കഥ അനുസരിച്ച് ഫെങ് നിരസിച്ച അതേ പെൺകുട്ടിയാണിത്. എന്നാൽ ആ ലേഡി ഫെങ്ങിനെ കുറിച്ച് മോശക്കാര്യം പറഞ്ഞത് കേൾക്കുമ്പോൾ ഹീറോയിന് വളരെ ദേഷ്യം വന്ന്, ഫെങ് ഒരു നല്ല ആളാണ്, നീ എന്താണ് പറഞ്ഞത്? അവൻ നിന്നെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അവനൊരു വികലാംഗനാണെങ്കിലും നിനക്കെന്താണ്? അവന് സംസാരിക്കാൻ അറിയില്ല, പക്ഷെ കുറഞ്ഞത് അവൻ നിന്നേക്കാളും എത്ര മികച്ചവനാണ്. നിങ്ങൾക്കില്ലാത്ത എല്ലാ ഗുണങ്ങളും അവനുണ്ട്. ഫെങ്ങിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനു വേണ്ടി സംസാരിക്കാൻ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അപ്പോൾ ഫെങ് അവിടെ നിൽക്കുകയും അവൾ പറഞ്ഞതെല്ലാം കേട്ടതോടെ ഒരുപാട് ഫീലായിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നു. ശേഷം അവർ നടക്കാനായിട്ട് ഇറങ്ങുമ്പോൾ, എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ നടക്കാൻ കൊണ്ടുപോകുമായിരുന്നു. ആ സമയത്തെ കനത്ത മഴയെ തുടർന്നാണ് കാർ അപകടം സംഭവിച്ചെന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ അമ്മ എന്നെ കാറിൽ നിന്ന് ബലമായിട്ട് തള്ളിയിട്ടു. അവിടുന്ന് രക്ഷപ്പെടാനായി ആവശ്യപ്പെട്ടു. പക്ഷെ ഞാൻ സഹായത്തിനായി അവിടെയുള്ള ആളുകളെ വിളിച്ചു. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അന്നേരമാണ് എൻ്റെ കൺമുന്നിൽ കാറ് പൊട്ടിത്തെറിച്ച് അച്ഛനും അമ്മയും മരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വാ തുറക്കുന്ന സമയത്ത് അതെല്ലാം ഓർമ്മയിൽ വരുന്നെന്ന് പറയുമ്പോൾ ഹീറോയിൻ്റെ മേളിൽ എറിയുന്നത് ഹീറോയെ കാണുകയും വേഗം അവളെ മാറ്റുന്നു. അന്നേരം ഹീറോയിനെ വിളിക്കുന്നതായിട്ട് അവൾ കേൾക്കുന്നു. അസൂയ കാരണം ഷൂവിനെ കൊല്ലാൻ ശ്രമിച്ച അവളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയാണ്. ശേഷം ഹീറോ ഡോക്ടറെ കാണിക്കുമ്പോൾ ഇനിയും സുഖപ്പെടാനുണ്ട്, ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറയുന്നു. പിന്നീട് ഹീറോയിൻ ബിസിനസ് ട്രിപ്പ് പോവുകയാണ്. എന്നാൽ അവൾ പോയ ശേഷം ഹീറോയ്ക്ക് ശരിക്കും അവളെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം വീഡിയോ കോൾ ചെയ്തപ്പോൾ അവൾക്കൊപ്പം ഒരു പയ്യനെ കണ്ടതും ഹീറോ അസ്വസ്ഥനായി. അവനെക്കുറിച്ച് എല്ലാം കളക്ട് ചെയ്ത അസിസ്റ്റന്റ് അയാൾ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഹീറോയിനോട് ക്രഷ് തോന്നിയിരുന്നു പറയുന്നു. അതുകൊണ്ട് ഹീറോ അവളുള്ള ഇടത്ത് വരികയും അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി, നീ വേറൊരുത്തനുമായി സംസാരിക്കുന്നതോ ഇടപെടുന്നതോ എനിക്കൊട്ടും ഇഷ്ടമല്ല,
എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യുകയാണ്. അവസാനം ഹീറോയുടെ സംസാരശേഷി വീണ്ടും തിരിച്ചു കിട്ടുകയും ആ ഒരു സന്തോഷ നിമിഷത്തിൽ ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.